السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 222 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായ ഒരു അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർ, ഇത് റെഫർ ചെയ്യുന്നവർ, നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 222 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മിൻ دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين ولئن أخرنا عنهم العذاب إلى أمة معدودة ليقولن ما يحبسه ألا يوم يأتيهم ليس مصروفا عنهم وحاق بهم ما كانوا به يستهزئون ولئن أذقنا الإنسان منا رحمة ثم نزعناها منه إنه ليئوس كفور ولئن أذقناه نعماء بعد ضراء مسته ليقولن ذهب السيئات عني إنه لفرح فخور إلا الذين صبروا وعملوا الصالحات أولئك لهم مغفرة وأجر كبير فلعلك تارك بعض ما يوحى إليك وضائق به صدرك أن يقولوا لولا أنزل عليه كنز أو جاء معه ملك إنما أنت نذير والله على كل شيء وكيل صدق الله العلي العظيم. സൂറത്ത് ഹൂദിലെ 6 മുതൽ 12 വരെയുള്ള 7 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 12ാമത്തെ ജുസ്ഇൽ 222 പേജ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖോടുകൂടി പുതിയൊരു ജുസ്ഉ കൂടി പഠിക്കാൻ നമുക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ 12ാമത്തെ ജുസ്ഇലേക്ക് കടന്നിരിക്കുകയാണ്. അല്ലാഹു തആല ബാക്കിയുള്ള ജുസ്ഉകളും റാഹത്തായി പഠിച്ച് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. രഹസ്യവും പരസ്യവും എല്ലാം അള്ളാഹു അറിയും എന്നാണ് കഴിഞ്ഞ പേജിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വൈപുല്യം മനസ്സിലാക്കി തരികയാണ്. അത് എത്രമാത്രം വിശാലമാണ്. ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഓരോ സത്യവിശ്വാസിയെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരായത്താണ് ഇനി പറയാൻ പോകുന്നത്. മനുഷ്യരടക്കം ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ, എന്നാണ് ഉപജീവന മാർഗങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ട ക്രമം ഓരോന്നിനും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് സമ്പാദിച്ചെടുക്കാനുള്ള വഴികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ആഹാരമാർഗം ശരിയാക്കിയിട്ടല്ലാതെ ഒരു ജീവിയെയും അല്ലാഹു തആല ഭൂമിയിൽ പടച്ചിട്ടില്ല. ഭക്ഷണം ആവശ്യമുള്ള ഒരു വസ്തുവിനെ സൃഷ്ടിക്കുകയും എന്നിട്ട് അത് കിട്ടാൻ മാർഗമില്ലാതാക്കുകയും ചെയ്തിട്ടില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഓരോ ജീവിയുടെയും സ്ഥിരമായ സ്ഥാനം, അതിൻ്റെ താൽക്കാലികമായ സ്ഥാനം ഏതൊക്കെയാണ് എന്നും അള്ളാഹുവിനറിയാം.
ആ വസ്തുക്കളെല്ലാം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, നാട്ടിലോ കാട്ടിലോ കരയിലോ വെള്ളത്തിലോ മണ്ണിനു താഴെയോ മണ്ണിനു മീതെയോ അന്തരീക്ഷത്തിലോ, ഇതൊക്കെ അള്ളാഹുവിന് കൃത്യമായി അറിയാവുന്നതാണ്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും ആഹാരമാർഗങ്ങൾ ഓരോന്നിനും അള്ളാഹു തആല ശരിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ജീവിക്ക് ആഹാരത്തിനുള്ള വക ശരിപ്പെടുത്താതെ അള്ളാഹു തആല ഒഴിവാക്കിയിട്ടില്ല. ഏതെല്ലാം ജീവികൾ ഏതെല്ലാം തരത്തിലുണ്ട് എന്നും ഓരോന്നിൻ്റെ എണ്ണം എത്രയുണ്ട് എന്നും ഓരോന്നിനും യോജിച്ച ആഹാരം ഏതാണ് എന്നും ഒക്കെ കൃത്യവും സൂക്ഷ്മവുമായ അറിവും രേഖയും അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. ആയത്ത് നോക്കാം, 6-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ്, ഭൂമിയിൽ ഒരു ജീവിയും ഇല്ല. ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിൻ്റെ അന്നബാധ്യത അല്ലാഹു തആല ഏറ്റെടുത്തിട്ടല്ലാതെ. വമാ മിൻ ദാബ, ദാബ എന്ന് പറഞ്ഞ ജീവി എന്ന് പറയും. ഭൂമിയിൽ ഒരു ജീവിയും ഇല്ല തന്നെ. ഇല്ലാ അലല്ലാഹി, അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടല്ലാതെ. എന്ത്? റിസ്ഖുഹാ, അതിൻ്റെ ഭക്ഷണം. അപ്പോൾ അന്നബാധ്യത അള്ളാഹു ഏറ്റിട്ടില്ലാത്ത ഒരു ജീവിയും ഭൂമിയിലില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളുടെയും അന്നബാധ്യത അള്ളാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല വയഅലമു, അള്ളാഹുവിനറിയാം, മുസ്തഖറഹ, അതിൻ്റെ താവളം എവിടെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താമസ സ്ഥലം, വാസസ്ഥലം എവിടെയാണ്. വമുസ്തൗദഅഹ, ഓരോന്നിൻ്റെയും സൂക്ഷിപ്പ് സ്ഥലം എവിടെയാണ് എന്നും അള്ളാഹുവിനറിയാം. കുല്ലുൻ, ഇതെല്ലാം ഫീ കിതാബിൻ, ഒരു രേഖയിലുണ്ട്. മുബീൻ, വ്യക്തമായ സ്പഷ്ടമായ ഒരു രേഖയിലുണ്ട്. എല്ലാം വ്യക്തമായ ഒരു ഗ്രന്ഥത്തിലുണ്ട്. വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ, ഓരോ ജീവിയും ഈ ലോകത്ത് എവിടെയാണ് താമസിക്കുക, അതാണ് മുസ്തഖർ എന്ന് പറഞ്ഞ അർത്ഥം. അതേപോലെ ഇതിന് മുമ്പ് എവിടെയാണ് ആ ജീവിയെ സൂക്ഷിച്ചു വച്ചിരുന്നത്, അതാണ് മുസ്തൗദഅ. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ജീവി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നുത്ഫ എന്താണ് അതിൻ്റെ പൂർവ്വ സ്ഥിതി, അതെവിടെയാണ് ഉണ്ടായിരുന്നത്. മുസ്തൗദഅ എന്ന് പറഞ്ഞാൽ അതാണ് സൂക്ഷിപ്പ് സ്ഥാനം. ഇങ്ങനെ എവിടെയാണ് താമസിക്കുക, ഇതിന് മുമ്പ് എവിടെയാണ് സൂക്ഷിച്ചു വച്ചിരുന്നത്, ഇനി എവിടെയാണ് സൂക്ഷിക്കാൻ പോകുന്നത്. ഇപ്പം ഇവിടുത്തെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ സൂക്ഷിക്കുന്നില്ലേ അല്ലേ, അതെവിടെയാണ്, ഇങ്ങനെ എല്ലാം മുസ്തഖറും മുസ്തൗദഉം എന്നറിയും. കുല്ലും ഫി കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിയുടെ പ്രമാണം, അതായത് ലൗഹുൽ മഹ്ഫൂദ്. നമ്മളതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം അള്ളാഹു തആല ഏറ്റെടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് ലഭിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു തആല ഇവിടെ ചെയ്തു വെക്കുകയും അതിലേക്ക് ആ ജീവികളെ മാർഗദർശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല ഈ ഭൂമിയിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള ആഹാരമാർഗങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും തേടിപ്പിടിച്ച് ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. അത് എങ്ങനെ തേടിപ്പിടിക്കണം എന്നും അള്ളാഹു തആല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജീവികൾക്ക്, പക്ഷിക്ക് എങ്ങനെയാണ് തേടിപ്പിടിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്മാരുടെ അധ്വാനിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ. ഈ ആയത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. കുടുംബാസൂത്രണം വേണം എന്ന് പറഞ്ഞ് അതിന് ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളുകൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ ആയത്ത്, അവർക്ക് മറുപടിയാണ് ഈ ആയത്ത്. ജനസംഖ്യ കൂടുമ്പോൾ, ആൾപ്പെരുപ്പം കൂടുമ്പോൾ ആഹാരത്തിന് ബുദ്ധിമുട്ടാകും, ആഹാരത്തിന് വക കാണൂല എന്ന് ബേജാറായിട്ട് ജനസംഖ്യ വർധനവ് തടയാൻ നടപടികൾ എടുക്കണമെന്നാണ് ഗവൺമെൻറ്റൊക്കെ, പല ഗവൺമെൻറ്റുകളും പല രാജ്യങ്ങളും അങ്ങനെ അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. നാം ഒന്ന് നമുക്കൊന്ന്, അല്ലെങ്കിൽ നമുക്ക് രണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള മോട്ടോകളൊക്കെ ആളുകൾക്കിടയിൽ വ്യാപിപ്പിച്ചിട്ട് മക്കളുണ്ടാകുന്നത് ചുരുക്കാൻ, കുടുംബാസൂത്രണം നടത്താൻ, അങ്ങനെ ജനസംഖ്യാ വർധന തടയാൻ അവർ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു നടപടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് 6-ാമത്തെ ആയത്ത് പറയുന്നത്. കാരണം അള്ളാഹു തആല എല്ലാറ്റിൻ്റെയും ബാധ്യത ഏറ്റെടുത്ത ആളാണ്. കുടുംബാസൂത്രണം ലോകത്ത് അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു ചർച്ച തുടങ്ങിയത് മുതലേ പലരും മനുഷ്യ സമൂഹത്തിന് വരാൻ പോകുന്ന പട്ടിണിയുടെ നാളുകളെ ഓർത്ത് ആശങ്കാകുലരായിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ കൂടിയാൽ പട്ടിണിയാവുന്നു. ലണ്ടൻ നഗരത്തിന് സമീപത്തുള്ള ഹെയ്ലിബറിലെ ഒരു പ്രൊഫസറാണ് തോമസ് റോബർട്ട് മാൾത്തൂസ്. ഇയാൾ സാമ്പത്തിക ധനതത്വശാസ്ത്രജ്ഞനാണ്. ഇയാളാണ് ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്.
1798 ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന അയാളുടെ ഗ്രന്ഥത്തിലൂടെയാണ് ജനപ്പെരുപ്പ ഭീഷണി ലോകത്തിന് മുമ്പിൽ അയാൾ വെച്ചത്. സത്യത്തിൽ ഇത് അടിസ്ഥാനരഹിതമായ ഒരു തത്വമാണ്. ഇത് ശരിയല്ല എന്ന് ചരിത്രവും അനുഭവവും വെച്ചുകൊണ്ട് ആലോചിച്ചാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, നിഷ്പക്ഷ ബുദ്ധികൾക്ക് മനസ്സിലാവും. അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തആല മനസ്സിലാക്കി തരുന്നത്. ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽ പോലും ഈ ഒരു മാൽത്തൂസിയൻ സിദ്ധാന്തം എതിർക്കുന്ന ആളുകളുണ്ട്. ജനങ്ങൾ എങ്ങനെയൊക്കെ പെരുകിയാലും ആ കാരണം കൊണ്ട് മാത്രം ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇല്ലാതിരിക്കുകയില്ല, അപര്യാപ്തമാവുകയില്ല എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. ജനസംഖ്യ എത്ര കൂടിയാലും അവർക്കാവശ്യമുള്ള ഭക്ഷണ സാമഗ്രികളും മറ്റു പദാർത്ഥങ്ങളും ഒരു ദൗർലഭ്യവുമില്ലാതെ തന്നെ കഴിക്കാമെന്നാണ് അള്ളാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. അതേ വിഷയമാണ് ബർണാൽ എന്ന ശാസ്ത്രജ്ഞൻ സമർപ്പിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ ആ സിദ്ധാന്തത്തെ എതിർക്കുന്ന സയന്റിസ്റ്റുകൾ തന്നെ ഉണ്ട് എന്നർത്ഥം. ഈ ബർണാൾ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായൊരു വാദം, ശാസ്ത്രീയവും കാര്യക്ഷമവുമായി കൃഷി നടത്തിയാൽ ലോകത്തെ ഭക്ഷ്യോൽപാദനം 20 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ കൃഷി ചെയ്യാനോ മറ്റു തൊഴിലുകളിലോ സമ്പാദ്യമാർഗങ്ങൾ ഏർപ്പെടാനോ മനുഷ്യന്മാർ പിറകോട്ടടിക്കാൻ അവർ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഭക്ഷ്യക്ഷാമം നേരിടുന്നത്. അതേപോലെ തന്നെ ഡോക്ടർ ഡെക്കാസ്ട്രോ എന്ന് പറയുന്ന പ്രസിദ്ധനായ പണ്ഡിതനും ഈ ഒരു വിഷയം തന്നെയാണ് പറയുന്നത്. വാസ്തവവും അത് തന്നെയാണ്. അള്ളാഹു തആല എല്ലാറ്റിൻ്റെയും ബാധ്യത ഏറ്റെടുത്തു. എന്നാൽ പിന്നെ ഒരു അധ്വാനവും ഇല്ലാതെ വീട്ടിൽ കുത്തിരുന്നാൽ, അല്ലെങ്കിൽ പക്ഷികളോ മൃഗങ്ങളോ അതിൻ്റെ കൂട്ടിലിരുന്നാൽ അതിന് കിട്ടുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, ഒരു അധ്വാനവും പ്രയത്നവും കൂടാതെ എല്ലാവരുടെയും ആഹാരം അവനവൻ്റെ മുമ്പിൽ തയ്യാറാക്കി കൊണ്ടുവന്ന് നോക്കും എന്നല്ല ഈ ആയത്തിൻ്റെ ആശയം. പിന്നെ അള്ളാഹു തആല സൃഷ്ടിച്ച ജീവികൾക്കെല്ലാം അതാതിനോട് യോജിച്ച ആവശ്യമായ ആഹാരമാർഗങ്ങൾ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ആഹാരത്തിനുള്ള മാർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് അന്വേഷിച്ച് തേടിപ്പിടിക്കാൻ മനുഷ്യൻ്റെ ബാധ്യതയാണ്. അവൻ ജോലി ചെയ്യണം, അധ്വാനിക്കണം, കൃഷി ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏർപ്പാടുകളിൽ അവൻ ഏർപ്പെടണം. മനുഷ്യർ പെരുകുന്തോറും പുതിയ മാർഗങ്ങളും രീതികളും ഉൽപാദനം കൂട്ടാനുള്ള മാർഗങ്ങളും കണ്ടുപിടിക്കണം, അത് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ തന്നെയാണല്ലോ ലോകത്ത് പൊതുവെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ആളുകൾക്ക് ഭക്ഷ്യക്ഷാമം നേരിടുന്നു. ശരി, ചില നാട് പട്ടിണിയിലാണ്, ചില നാട് ദരിദ്രന്മാരുടെ നാടാണ്, ചില ആളുകൾക്ക് ഭക്ഷണം ശരിക്കും കിട്ടുന്നില്ല, പട്ടിണി കിടക്കേണ്ടി വരുന്നു. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന് കാരണം അള്ളാഹു ഇവിടെ ഭക്ഷണം ഒരുക്കി വെക്കാത്തതുകൊണ്ടല്ല. പിന്നെന്താ? ഉള്ള വിഭവങ്ങളുടെ വിതരണത്തിലും മറ്റും കാര്യക്ഷമത ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ പാവങ്ങളുടെ വിഹിതം കൂടി ചൂഷകന്മാരായ വരേണ്യവർഗം കൈപ്പിടിയിൽ ഒതുക്കുന്നത് കൊണ്ടാണ്. ഒരു രാജ്യത്ത് ആ രാജ്യത്തുള്ള എല്ലാവർക്കുമുള്ള ഭക്ഷ്യസാധനങ്ങൾ അല്ലാഹു തആല ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ നാട്ടിലെ ധനികന്മാർ, അവിടുത്തെ കോടീശ്വരന്മാർ, ആ നാട്ടിലെ വലിയ ആളുകൾ പാവപ്പെട്ട ആളുകളുടേത് കൂടി അടിച്ചു മാറ്റുകയാണ്. അഴിമതിയും കൈക്കൂലിയും മറ്റുമൊക്കെ നടത്തിയിട്ട്, സ്വജനപക്ഷപാതമൊക്കെ നടത്തിയിട്ട്, ഇതൊക്കെ സാധാരണയാണ് ഇന്ന് ലോകത്ത്. ഇതുകൊണ്ടാണ് ഇത്തരം ദൗർലഭ്യം, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഇല്ലായ്മ, അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരുന്ന, ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഉള്ളതിൻ്റെ ശരിയായ വിനിയോഗം നടക്കുന്നില്ല. അത് എല്ലാവരിലും കൃത്യമായി എത്തിക്കാനുള്ള കാര്യക്ഷമമായ മാർഗങ്ങൾ ഗവൺമെൻറ്റുകൾ നടത്തുന്നില്ല. കോർപ്പറേറ്റുകളായ ആളുകൾ എല്ലാം അടക്കി കയ്യിൽ ഒതുക്കി വെക്കുകയാണ്. പാവങ്ങളുടെ കൂടെ അവർ കട്ടെടുക്കുകയാണ്. അത് കൃത്യമായി വീതം വെക്കാൻ അല്ലെങ്കിൽ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ സംവിധാനങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. എല്ലാവർക്കും അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാകുമെന്നർത്ഥം. ഇതിനൊന്നും ഇപ്പോൾ ഇക്കാലത്ത് കൂടുതൽ ഉദാഹരണങ്ങൾ നിർത്തേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ശരി, ഇനി നമ്മൾ 7-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളുടെയും അന്നദാതാവ്, എല്ലാറ്റിനും അന്നം നൽകുന്നത് അള്ളാഹുവാണ് എന്ന കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചു. ഇനി എല്ലാ വസ്തുക്കളുടെ സ്രഷ്ടാവും അധിപതിയും അവൻ തന്നെയാണ് എന്നും മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും പറയുകയാണ്. 7-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا
ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين وهو الذي നിശ്ചയമായും അല്ലാഹു അവനാണ് وهو الذي അല്ലാഹു അവനാണ് خلق السماوات والأرض ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത്. നിശ്ചയമായും എന്നുള്ള അർത്ഥം തെറ്റി പറഞ്ഞതാണ് അവിടെ അല്ല. വഹുവ അവൻ, അല്ലദി അവൻ ഒരുവനാണ്, ഖലഖ സമാവാതി ആകാശങ്ങളെ പടച്ചവൻ, വൽ അർള ഭൂമിയെയും, ഫി സിത്തത്തി അയ്യാമിൻ 6 നാളുകളിലായി. വകാന അർശുഹു അലൽ മാഇ അല്ലാഹുവിന്റെ സിംഹാസനം ജലോപരിതലത്തിലായിരുന്നു, ജലത്തിന് മുകളിലായിരുന്നു, വെള്ളത്തിന് മുകളിലായിരുന്നു. എന്തിനാണ് നിങ്ങളെ പടച്ചത്? ലിയബ്ലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി, അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ശരിക്ക് ചെയ്യുന്നത് എന്ന്, നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അതിനാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചത്. ഇനി നബിയെ വലയിൻ ഖുൽത സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞാൽ, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ മബ്ഊസൂന പുനർജന്മം നൽകപ്പെടുന്നവരാണ്, മിൻ ബഅദിൽ മൗതി മരണത്തിന് ശേഷം, നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു ജീവിതം നൽകപ്പെടുമെന്ന് നിങ്ങൾ ആളുകളോട് പറഞ്ഞാൽ, ലയഖൂലന്നല്ലദീന കഫറൂ സത്യനിഷേധികളായ ആളുകൾ പറയും, ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറും വ്യക്തമായ മാരണം മാത്രമാണ്, സിഹ്ർ മാത്രമാണ്, അതൊന്നും നടക്കാൻ പോണ കാര്യമില്ല എന്നവർ പരിഹസിക്കും. വഹുവല്ലദീ ഖലഖ സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ 6 ദിവസങ്ങളിലായിട്ടാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ താല്പര്യം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അർശ് എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നൊക്കെ നമ്മൾ സൂറത്തുൽ ആറാഫിൻ്റെ 54-ാമത്തെ ആയത്ത് പഠിച്ചിരുന്നു. ഇനി സജദ, ഫുർഖാൻ പോലെയുള്ള സൂറത്തുകളിലൊക്കെ ഇത് സംബന്ധമായി കുറച്ച് വിവരങ്ങൾ വരുന്നുമുണ്ട്. ഫീ സിത്തത്തി അയ്യാമിൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞിരുന്നു 6 നാളുകൾ എന്നർത്ഥം പറയാം, അല്ലെങ്കിൽ 6 ഘട്ടങ്ങൾ എന്ന് അർത്ഥം പറയാം, 6 ദശകൾ എന്നൊക്കെ അർത്ഥം പറയാം എന്ന് നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് 6 ദിവസങ്ങളെടുത്തു അല്ലെങ്കിൽ 6 ഘട്ടങ്ങളെടുത്തു എന്നതിൻ്റെ രഹസ്യം അള്ളാഹുവിന് മാത്രമേ അറിയാവൂ. ഏതായാലും അതിലൂടെ ഒരു കാര്യം അള്ളാഹു നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അതായത് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ മനുഷ്യന്മാർ ആസൂത്രിതമായി, ഭാഗികമായി, വ്യവസ്ഥാപിതമായി സാവധാനം ചെയ്യണമെന്നൊരു പാഠം. മിക്കവാറും ആളുകൾ ധൃതിപ്പെട്ട് കാര്യങ്ങൾ നടത്തുന്ന ആളുകളാണ്. അങ്ങനെയല്ല, ഒരവധാനത പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇങ്ങനെ നമ്മളോട് പറയുന്നത് എന്ന് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പല സ്ഥലത്തും അല്ലാഹു തആല ആകാശഭൂമികളെ 6 നാളുകൾ സൃഷ്ടിച്ച വിഷയം പറയുന്നുണ്ട്. പക്ഷേ സിംഹാസനം, അർശ് വെള്ളത്തിന്മേലായിരുന്നു എന്നൊരു പ്രസ്താവന ഇവിടെയല്ലാതെ വേറെ എവിടെയുമില്ല. വേറെ എവിടെയും പറയാത്തൊരു കാര്യമാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്. വകാന അർശുഹു അലൽ മാഇ അള്ളാഹുവിൻ്റെ അർശ് വെള്ളത്തിന്മേലായിരുന്നു. അതായത് ആകാശഭൂമികളെ 6 നാളുകളിലെ സൃഷ്ടിച്ചു. അതിനു മുമ്പ് അവൻ്റെ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. അപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് വെള്ളമാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഹദീസുകളിൽ നിന്നും അത് വ്യക്തമാകുന്നുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം, അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം എന്നിവർ രേഖപ്പെടുത്തിയ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറയുന്നതായിട്ടുണ്ട്: എല്ലാ വസ്തുക്കളുടെയും മുമ്പ് അള്ളാഹു ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ അർശ് വെള്ളത്തിന്മേലായിരുന്നു. ഇതെല്ലാം കാര്യങ്ങളൊക്കെ പ്രമാണത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഈ അർത്ഥത്തിലുള്ള നിരവധി ഹദീസുകൾ വേറെയുമുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അവ രൂപം കൊള്ളുകയും ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ അവസ്ഥയെക്കുറിച്ചാണ് വക്കാന അർശുഹു അലൽ മാഇ എന്ന് അല്ലാഹു തആല പറഞ്ഞത് എന്നിപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്നും ഈ പറഞ്ഞ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വിവിധ ദശകൾ തരണം ചെയ്തിട്ടാണ് ആകാശങ്ങളും ഭൂമിയും ഈ രൂപത്തിലെത്തിയത് എന്നും, ആദ്യം വെള്ളം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നും, അതിൽ നിന്നാണ് ജീവികളും മറ്റും ഉത്ഭവിച്ചത് എന്നും മോഡേൺ സയൻസും പറയുന്നുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ അംബിയായിൽ 30-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ. എല്ലാ ജീവനുള്ള സർവ്വ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത്. മനസ്സിലാണ്ടോ? അപ്പോൾ ആദ്യം അതുണ്ടായിരുന്നു, വെള്ളമാണ് ആദ്യം ഉണ്ടായത് എന്നർത്ഥം. ഫീ സിത്തത്തി അയ്യാം എന്നതിന് 6 ദശകൾ എന്നർത്ഥം പറയാമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ.
അപ്പോൾ മോഡേൺ സയൻസും ആ വിഷയം പറയുന്നുണ്ട്. വിവിധ ദശകൾ തരണം ചെയ്തിട്ടാണ് ഈ ഒരു ഘട്ടത്തിലെത്തിയത്. അർഷ് എന്നത് ഒരു പ്രത്യേക സൃഷ്ടിയല്ല എന്ന്, അല്ലെങ്കിൽ ആ വാക്കിന് ആധിപത്യം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അത് ശരിയല്ല എന്നും ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു സൃഷ്ടി തന്നെയാണ്. അതിൻ്റെ രൂപവും മറ്റൊന്നും നമുക്കറിയില്ല എന്ന് മാത്രം. എങ്ങനെയാണ് അള്ളാഹിൻ്റെ അർശ് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ വിശ്വസിക്കുക. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? എന്തിനാ? ആ ജീവികൾക്ക് ആഹാരമാർഗങ്ങൾ ഏർപ്പെടുത്തിയതും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതും അള്ളാഹുവാണ് എന്ന് ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവാണ് ലോക സ്രഷ്ടാവ്, അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത്. ഇത് ഖുർആനിൽ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്താറുണ്ട്. ഇതിൻ്റെ ആവശ്യം കേവലം ഒരു ഫാക്റ്റ്, ഒരു വസ്തുത പഠിപ്പിക്കലോ ഒരു ചരിത്രം പറഞ്ഞു തരലോ സയൻസ് വിവരിക്കലോ ഒന്നുമല്ല. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നും അവൻ മാത്രമാണ് റബ്ബ് എന്നും അവനെ ആരാധിച്ചും അനുസരിച്ചും ജീവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നും നമ്മളെ ബുദ്ധിയുള്ളവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ആ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി എന്ന് അള്ളാഹു തആല പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും എന്തു ചെയ്യുന്നു എന്ന് അള്ളാഹു തആല പരീക്ഷിക്കും. ഓരോരുത്തരും എന്തു ചെയ്യുന്നു എന്ന് അള്ളാഹുവിന് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയല്ല ഈ പരീക്ഷണം. കാരണം അള്ളാഹുവിന് അത് മുമ്പേ അറിയാം. പിന്നെയോ ഓരോരുത്തരുടെയും പ്രവർത്തനം അനുഭവത്തിൽ വരുത്തി, അത് രേഖപ്പെടുത്തി, ബോധ്യപ്പെടുത്തി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രതിഫലം നൽകുക. ഇങ്ങനെയാണ് ആ പരീക്ഷണം. ഇതാണ് അള്ളാഹു തആല, ഇങ്ങനെയാണ് അള്ളാഹു ചെയ്യുക. ഈ പ്രതിഫലം നൽകലും മറ്റു നടപടികളുമൊക്കെ മരണാനന്തരം പരലോകത്ത് വെച്ചാണ് നടക്കുക. അപ്പോൾ ആ പരലോകം നിഷേധിക്കുന്നവരെ പറ്റിയാണ് ഇനിയുള്ള ആയത്തുകളിൽ അള്ളാഹു തആല പറയുന്നത്, ഇനിയുള്ള ഭാഗത്ത് അള്ളാഹു തആല പറയുന്നത്. وَلَئِنْ قُلْتَ إِنَّكُمْ مَبْعُوثُونَ مِنْ بَعْدِ الْمَوْتِ لَيَقُولَنَّ الَّذِينَ كَفَرُوا إِنْ هَذَا إِلَّا سِحْرٌ مُبِينٌ. പരലോക നിഷേധികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? സ്രഷ്ടാവും രക്ഷിതാവും അന്നദാതാവും ഒക്കെ അള്ളാഹുവാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ തന്നെയും മരണാനന്തര ജീവിതവും പ്രതിഫല നടപടിയുടെ ദിവസവും സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന് സംബന്ധമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നത് എന്താ? അതൊക്കെ വെറും ജാലവിദ്യയാണ്, സിഹറാണ് എന്ന്, ആഭിചാരമാണ് എന്ന്, ഞങ്ങളെ കബളിപ്പിക്കാനുള്ള ഓരോ വഴികളാണ് എന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളിക്കളയാണ് നിങ്ങൾ ചെയ്യുക. അള്ളാഹുവാണ് റബ്ബ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പലരും ഖിയാമത്ത് നാളിനെ, അതല്ലെങ്കിൽ പുനർജന്മത്തെ നിങ്ങൾ നിഷേധിക്കുകയാണ്. ആഭിചാരമാണ് എന്ന് പറയുന്നത് ഉത്തരം മുട്ടുമ്പോൾ പറയാനുള്ള ഒരു വകുപ്പാണ്, അല്ലേ? ഉത്തരം മുട്ടിയിട്ട് ഒന്നും പറയാൻ കിട്ടാതെ ആകുമ്പോഴാണ് അത് സിഹറാണെന്ന് പറയാം. ഒരു തട്ടിവിടലാണത്. ഇന്ദ്രിയാതീതമായ ഒരു സ്വാധീനം പരിശുദ്ധ ഖുർആൻ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്, അതൊരു സിഹറാണ് എന്ന് പറഞ്ഞത്. വേറെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് സിഹറല്ല എന്നവർ സംഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിയുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിഹറല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് മറ്റു പല സ്ഥലങ്ങളിലും അവർ സമ്മതിച്ചതുമാണ് ശത്രുക്കൾ. അപ്പോൾ ഇവിടെ സിഹർ എന്ന് പറഞ്ഞത് തൽക്കാലം രക്ഷപ്പെടാനുള്ള ഒരു തട്ടിവിടൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. 8-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇനി നിങ്ങൾ ആ നിഷേധത്തിൻ്റെ പേരിൽ, പുനർജന്മം പരലോകമൊക്കെ നിഷേധിക്കുന്നതിൻ്റെ പേരിൽ തൽക്കാലം അത്തരം ആളുകൾക്ക് ശിക്ഷയൊന്നും നൽകാതെ കുറച്ചു കാലം വരെ അവരങ്ങനെ വിട്ടേച്ചാലോ? അള്ളാഹു തആല അങ്ങനെ തീരുമാനിക്കണം. ഇപ്പോൾ അവർ ശിക്ഷിക്കണ്ട, അവർ പിന്മാറിയേക്കാമല്ലോ എന്ന് കരുതിയിട്ട് ശിക്ഷ പിന്തിച്ചാൽ അവർ അതിനൊന്നും പിന്തിരിഞ്ഞു പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തൂല. അവർ വീണ്ടും പരിഹാസവും നിഷേധവുമായി തുടരുകയാണ് ചെയ്യുക. അവർ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്യുന്ന നിങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ശിക്ഷ എവിടെ? എന്താ അത് വരാത്തത്? അതങ്ങോട്ട് വന്നൂടെ? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് കാണേണ്ടതല്ലേ എന്നൊക്കെ പരിഹസിക്കുകയാണ് അവർ ചെയ്യുക. ഈ പരിഹാസവും നിഷേധവും മാറ്റിവെക്കുകയാണ് അവർക്ക് നല്ലത്. ആ ശിക്ഷ ഒരിക്കൽ വരിക തന്നെ ചെയ്യും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തട്ടിമാറ്റാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ആർക്കും കഴിയില്ല എന്നാണ് 8-ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഇൻ അഖർനാ അൻഹുൽ അദാബ ഇലാ ഉമ്മത്തിൻ മഅദൂദത്തിൻ ലയഖൂലുന്ന മാ യഹ്ബിസു അലാ യൗമ യഅതീഹിം ലൈസ മസ്റൂഫൻ അൻഹും വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. വലഇൻ അഖർനാ, നമ്മൾ പിന്തിപ്പിക്കുകയാണെങ്കിൽ, അൻഹും, അവരിൽ നിന്ന്, അൽ അദാബ, ശിക്ഷയെ,
അവർക്ക് വരും എന്ന് പറഞ്ഞ ശിക്ഷയെ നമ്മൾ പിന്തിപ്പിക്കുകയാണെങ്കിൽ ഇലാ ഉമ്മത്തിൻ മഅദൂദ, ഒരു നിശ്ചിത അവധി വരെ, എണ്ണപ്പെട്ട ഒരു അവധി വരെ എന്ന് പറഞ്ഞാൽ നിശ്ചിത അവധി വരെ. അങ്ങനെ ശിക്ഷയെ നമ്മൾ പിന്തിപ്പിക്കുകയാണെങ്കിൽ ലയഖൂലുന്ന, അവർ പറയും, എന്താ പറയാ, മാ യഹ്ബിസുഹു, എന്താണ് ആ ശിക്ഷ തടഞ്ഞു വെച്ചിരിക്കുന്നത്, മാ യഹ്ബിസുഹു, അവൻ എന്തിനാണത് തടഞ്ഞു വെച്ചിരിക്കുന്നത്, ആ ശിക്ഷ വരാതെ തടുത്തു നിർത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എന്തിനാ ശിക്ഷ ഇങ്ങനെ തടഞ്ഞു വെച്ചത്, എന്താ വരാത്തതെന്ന് അർത്ഥം. മാ യഹ്ബിസുഹു, അവൻ എന്തിനാണത് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് അവർ ചോദിക്കും. അലാ, നിങ്ങൾ അറിയണം, യൗമ യഅതീഹിം, ആ ശിക്ഷ അവർക്ക് വരുന്ന ദിവസം, ലൈസ മസ്റൂഫൻ അൻഹും, അവരിൽ നിന്ന് അത് തിരിച്ചുവിടപ്പെടില്ല, അവരിൽ നിന്ന് ആ ശിക്ഷ തിരിച്ചുവിടപ്പെടില്ല. മസ്റൂഫൻ, തിരിച്ചുവിടപ്പെടില്ല. വഹാഖ ബിഹിം, അവരിൽ വന്നെത്തുക തന്നെ ചെയ്യും, മാ കാനൂ ബിഹി യസ്തഹസിഊൻ, അവർ പരിഹസിച്ചു കൊണ്ടിരുന്ന കാര്യം. ശിക്ഷ എപ്പോഴാ വരിക എന്ന് വെച്ച് പരിഹസിച്ചിരുന്നില്ലേ, ആ പരിഹസിച്ചിരുന്ന കാര്യം അവരിലേക്ക് വന്നെത്തുകയും ചെയ്യും. ഹാഖ എന്ന് പറഞ്ഞാൽ അവരോട് ചേർന്നു എന്നൊക്കെ അർത്ഥം, അവരിലേക്ക് വന്നെത്തി എന്നർത്ഥം. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹസിഊൻ, അവർ പരിഹസിച്ചിരുന്ന കാര്യം അവരിലേക്ക് വന്നെത്തുകയും ചെയ്യും. അത് വരുമ്പോൾ പിന്നെ മസ്റൂഫൻ, ലൈസ മസ്റൂഫൻ, അത് ആർക്കും തിരിച്ചുവിടപ്പെടാൻ കഴിയില്ല, അതിനാർക്കും തട്ടിമാറ്റാൻ കഴിയില്ല എന്നർത്ഥം. ധിക്കാരികളെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് ചില വ്യവസ്ഥകളുണ്ട്, ചില സുന്നത്തുകളുണ്ട്. അതനുസരിച്ചാണ് ആ കാര്യങ്ങൾ അവൻ നടപ്പിൽ വരുത്തുക. അത് വന്നു കഴിഞ്ഞാൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. വലൈൻ അഖർന അൻഹുൽ അദാബ ഇലാ ഉമ്മത്തിൻ മഅദൂദ, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ആ വാക്കിനാണ് നമ്മൾ ഇവിടെ കാലയളവ് എന്നർത്ഥം പറഞ്ഞത്. സമുദായം എന്നർത്ഥമുണ്ട്, സമൂഹം എന്നർത്ഥമുണ്ട്. ഇതിനാണ് സാധാരണഗതിയിൽ ഉമ്മത്ത് ഉപയോഗിക്കാറ്, അല്ലേ? വേറെയും പല അർത്ഥങ്ങൾ അതിനുണ്ട്. ഖുർആനിൽ തന്നെ വേറെ പല അർത്ഥങ്ങളും ഉമ്മത്തിനുള്ളതിന് ഉദാഹരണങ്ങളും ഉണ്ട്. കാലയളവ് എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിച്ചല്ലോ. അതേപോലെ തന്നെ സൂറത്ത് യൂസുഫ് 45-ാമത്തെ ആയത്തിൽ പിന്നെ ഈ ഒരു കാലയളവ് എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. മാതൃകാ നേതാവ് എന്നൊരർത്ഥത്തിൽ സൂറത്തു നഹ്ലിൽ 120 ഉപയോഗിച്ചിട്ടുണ്ട്. മതവും നടപടിക്രമവും അല്ലെങ്കിൽ നടപടി മാർഗവും എന്ന അർത്ഥത്തിൽ സൂറത്തു സുഖ്റുഫ് 23 ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സംഘം ആളുകൾ എന്ന അർത്ഥത്തിൽ സൂറത്തുൽ ഖസസ് 23 ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ എന്ന അർത്ഥത്തിൽ സൂറത്തുൽ ആറാഫ് 159 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മത്ത് എന്നതിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് എന്ന് ചുരുക്കം. ഇവിടെ നമ്മൾ അർത്ഥം വെച്ചത് കാലയളവ് എന്നർത്ഥം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതുവരെ വന്ന അമ്പിയാക്കളുടെ സമുദായങ്ങളെപ്പറ്റി ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അവർ നിയോഗിക്കപ്പെട്ട ആ ജനത മൊത്തം എന്നൊരു ഉദ്ദേശം അതിനുണ്ടാവും. ഉമ്മത്തു ദഅവ, ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശം ഉണ്ടാവും, അവർ നിയോഗിക്കപ്പെട്ട ആ സമൂഹം മുഴുവൻ. ഇനി മറ്റു ചിലപ്പോൾ അവരുടെ ദൗത്യം സ്വീകരിച്ച മുഅ്മിനീങ്ങളായ ആളുകളെ മാത്രം ഉദ്ദേശിച്ചും ഉമ്മത്ത് എന്ന് പ്രയോഗിക്കാറുണ്ട്. ഉമ്മത്തുൽ ഇജാബ, നബിമാരുടെ ദഅവത്തിന് ഇജാബത്ത് ഉത്തരം കൊടുത്ത ഉമ്മത്ത് എന്നർത്ഥം, എന്നാൽ മുസ്ലിങ്ങളായ ആളുകൾ എന്നർത്ഥം. ഇത് രണ്ടിനും പരിശുദ്ധ ഖുർആൻ തെളിവുണ്ട്. സൂറത്ത് യൂനുസിലെ 47 വലിക്കുല്ലി ഉമ്മത്തിർ റസൂൽ, എല്ലാ ഉമ്മത്തിനും റസൂലുണ്ട്. അവിടെ ഉമ്മത്തിൻ്റെ അർത്ഥം എന്താ? എല്ലാ ജനങ്ങളും, അതായത് നബിമാരെ നിയോഗിക്കപ്പെട്ട ജനതകൾ മുഴുവൻ. വൈദാ ജാഅ റസൂലുഹും ഖുദിയ ബൈനഹും ബിൽ ഖിസ്തി വഹും ലാ യുദ്ലമൂൻ. ഇനി സൂറത്തു ആലി ഇംറാനിൽ അതേപോലെ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് ഏറ്റവും ഖൈറായ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളായ ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പുകഴ്ത്തുകയാണ്. അവിടെ മുഅ്മിനീങ്ങളായ ആളുകൾ മാത്രമാണ് ഉമ്മത്ത് എന്നുള്ള ഉദ്ദേശം. സൂറത്ത് യൂനുസിലെ 47 ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളെയും ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അമ്പിയാക്കളുടെ ജനതയെ, അവർ പ്രബോധനം ചെയ്യേണ്ട ജനതയെ മൊത്തം ഉദ്ദേശിച്ചും പറയാറുണ്ട്. മറ്റു ചിലപ്പോൾ ആ ജനതയിൽ നിന്ന് മുഅ്മിനീങ്ങളായ ആളുകളെ മാത്രം ഉദ്ദേശിച്ചും പറയാറുണ്ട്. അത് ഓരോന്നിൻ്റെയും അർത്ഥം അതാത് സ്ഥലങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി 9 മുതൽ 11 വരെയുള്ള ആയത്തുകൾ നോക്കാം. മനുഷ്യൻ്റെ പൊതുവേയുള്ള ചില ദുസ്വഭാവങ്ങളാണ് ഇനി പറയുന്നത്. സുഖമായി സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുന്നതിനിടക്ക് വല്ല ബുദ്ധിമുട്ടോ പ്രയാസമോ ഒക്കെ വരുമ്പോഴേക്കും മനുഷ്യർ ആകെ നിരാശരാകും. അതുവരെ ലഭിച്ച അല്ലെങ്കിൽ അതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ അങ്ങോട്ട് മറക്കും, എന്നിട്ട് നന്ദികേട് കാണിക്കും. ഇനി നേരെ മറിച്ച് ബുദ്ധിമുട്ടും വിഷമവും നേരിട്ട് കൊണ്ടിരിക്കെ വല്ല അനുഗ്രഹവും സന്തോഷമൊക്കെ ലഭിച്ചാലോ പിന്നെ അങ്ങോട്ട് മതിമറന്ന് ആഹ്ലാദിച്ച് അറമാദിക്കും, അഹങ്കാരം ദുരഭിമാനം കാണിക്കും. ഇങ്ങനെയല്ല മനുഷ്യന്മാർ ചെയ്യേണ്ടത്. ക്ഷമാശീലരായ
സൽക്കർമ്മികളായ ആളുകൾ ഇങ്ങനെയല്ല ചെയ്യുക. അവർ ഇത്തരം മോശം സ്വഭാവങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. സന്തോഷമായാലും സന്താപമായാലും അവർ ക്ഷമിക്കും, അവർ നന്ദി കാണിക്കും, സന്തോഷിക്കും. അതിൻ്റെ ആ ലെവലിൽ മാത്രം. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൈൻ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മതൻ സുമ്മ നസഅനാഹാ മിൻഹു ഇന്നഹു ലയഊസുൻ കഫൂർ. ولئن أذقناه نعماء بعد ضراء مسته ليقولن ذهب السيئات عني إنه لفرح فخور إلا الذين صبروا وعملوا الصالحات أولئك لهم مغفرة وأجر كبير. ولئن أذقنا الإنسان منا رحمة. വലഇൻ അദഖ്ന നമ്മൾ ആസ്വദിപ്പിക്കുകയാണെങ്കിൽ മിന്ന നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് അൽ ഇൻസാന മനുഷ്യനെ വലഇൻ അദഖ്നൽ ഇൻസാന മിന്ന മനുഷ്യരെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്തൻ അനുഗ്രഹം കൊണ്ട് ആസ്വദിപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ പക്കൽ നിന്നുള്ള അനുഗ്രഹം മനുഷ്യന് നാം അനുഭവിപ്പിക്കുകയാണെങ്കിൽ എന്നർത്ഥം. വലഇൻ അദഖ്നൽ ഇൻസാന മിന്ന റഹ്മ, നമ്മുടെ ഭാഗത്ത് നിന്ന് മനുഷ്യർക്ക് നമ്മൾ റഹ്മത്ത് കൊടുക്കുകയാണെങ്കിൽ, അനുഗ്രഹം ആസ്വദിപ്പിക്കുകയാണെങ്കിൽ, എന്നിട്ട് അതായത് ഒരു സന്തോഷം കൊടുത്തു, ഒരു നിഅമത്ത് കൊടുത്തു, എന്നിട്ട് സുമ്മ നസഅനാഹാ മിൻഹു, പിന്നെ അതിൽ നിന്നും നാം അത് ഊരിയെടുത്തു, നീക്കിയെടുത്തു, എടുത്തുമാറ്റി. സുമ്മ നസഅനാഹാ, പിന്നീട് നാം ആ റഹ്മത്തിനെ എടുത്തുമാറ്റി, മിൻഹു അവനിൽ നിന്ന്, ആ അനുഗ്രഹം എടുത്തുമാറ്റി എന്നർത്ഥം. നസഅന എന്ന് പറഞ്ഞാൽ നാം എടുത്തുമാറ്റി. ഇന്നഹു, അങ്ങനെ ചെയ്താൽ, ഇന്നഹു ആ മനുഷ്യനതാല യഊസുൻ, വല്ലാതെ നിരാശനാകുന്നു, കഫൂറുൻ, നന്ദികേട് കാണിക്കുന്നവനാകുന്നു. അപ്പോൾ ഒരു നിഅമത്ത് കൊടുത്ത് ആ നിഅമത്ത് ഇങ്ങനെ എടുത്തു കളഞ്ഞാൽ പിന്നെ അവനാകെ നിരാശനായി. യഊസുൻ എന്ന് പറഞ്ഞാൽ നിരാശ, കഫൂറുൻ നന്ദികേട് കാണിക്കുന്നു. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, വലൈൻ അദഖ്നാഹു, ഇനി നമ്മൾ അവൻ ആസ്വദിപ്പിക്കുകയാണെങ്കിൽ, നഅമാ അനുഗ്രഹങ്ങൾ, ബഅദ ളറാ ബുദ്ധിമുട്ടിനു ശേഷം വല്ല അനുഗ്രഹവും നമ്മൾ അവൻ ആസ്വദിപ്പിക്കുകയാണെങ്കിൽ, മസ്സത്ഹു അവന് ബാധിച്ച ബുദ്ധിമുട്ടുകൾക്ക് ശേഷം, ബഅദ ളറാ മസ്സത്ഹു അവന് ബാധിച്ച, അവന് വന്ന അല്ലെങ്കിൽ അവനുണ്ടായിരുന്ന ലറായിന് ശേഷം, ബുദ്ധിമുട്ടുകൾക്ക് ശേഷം വല്ല അനുഗ്രഹവും നമ്മൾ അവൻ ആസ്വദിപ്പിച്ചാലോ, ലയഖൂലന്ന അവൻ തീർച്ചയായും പറയും, ദഹബ സയ്യിആതു അന്നി, വിപത്തുകളൊക്കെ എന്നെ തൊട്ട് ദൂരീകൃതമായിരിക്കുന്നു, വിപത്തുകൾ എന്നിൽ നിന്ന് പോയിരിക്കുന്നു. ദഹബ സയ്യിആതു മോശത്തരങ്ങൾ അല്ലെങ്കിൽ വിപത്തുകൾ ദൂരീകൃതമായിരിക്കുന്നു, അന്നി എന്നിൽ നിന്ന്. അങ്ങനെ ഇന്നഹു ലഫരിഹുൻ ഫഖൂർ, അതൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര സന്തോഷകരം, ഭയങ്കര അഹങ്കാരമായിരിക്കും. ഇന്നഹു തീർച്ചയായും അവൻ ഫരിഹുൻ സന്തോഷഭരിതനാണ്, ഫഖൂറുൻ അഹങ്കാരിയുമാണ് അവൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നീങ്ങിയിട്ട് നിഅമത്ത് കിട്ടിയാൽ പിന്നെ ഭയങ്കരമായിട്ട് അഹങ്കരിക്കും. ഇതാണ് മനുഷ്യന്റെ പൊതുവുള്ള സ്വഭാവം. പക്ഷേ ക്ഷമാശീലരായ ആളുകൾ അങ്ങനെയല്ല. അതാണ് 11 പറയുന്നത്, ഇല്ലല്ലദീന സ്വബറു, ക്ഷമാശീലരായ ആളുകൾ ഒഴികെ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴികെ അവരിങ്ങനെ ചെയ്യൂല. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഉലൈക അവർ, ലഹും അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ പാപമോചനമുണ്ട്, അജ്റുൻ കബീറുൻ വലിയ പ്രതിഫലവുമുണ്ട്. മുഅ്മിനാ മനുഷ്യൻ സന്തോഷമായാലും അള്ളാഹു തന്നതാണെന്ന് വിചാരിച്ചിട്ട് അൽഹംദുലില്ലാ മാന്യമായ രീതിയിൽ ശുക്ർ ചെയ്ത് ജീവിക്കും. എന്തെങ്കിലും ആപത്തുകളോ മുസീബത്തുകളോ വരുമ്പോൾ അതും അള്ളാഹു തന്നത് തന്നെ പരീക്ഷിക്കുകയാണെന്ന് കരുതി ക്ഷമിക്കും. ഇതാണ് ക്ഷമാശീലരായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ ചെയ്യുക. അല്ലാതെ എന്തെങ്കിലും സന്തോഷം കിട്ടുമ്പോഴേക്ക് അർമാദിക്കുക, പിന്നെ ആപത്തുകൾ വരുമ്പോഴേക്ക് ആകെ നിരാശനായി കുറ്റപ്പെടുത്തലുകൾ നടത്തി സംസാരിക്കുന്നതൊന്നും അവൻ ചെയ്യൂല. പലരുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയല്ലേ? അല്ലേ? ആലോചിച്ച് നോക്കൂ. അള്ളാഹു ചെയ്തു കൊടുത്തൊരു അനുഗ്രഹത്തിൽ ചെറിയൊരു മാറ്റം വരുമ്പോഴേക്കും ആകെ അസ്വസ്ഥനാകും, നിരാശനാകും, നന്ദികേടിന്റെ വർത്തമാനങ്ങൾ പറയും, അസ്വസ്ഥമായി പലതും പിറുപിറുക്കും. എന്തുകൊണ്ടാണ് എനിക്ക് നഷ്ടപ്പെട്ടത്? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അള്ളാഹു ഇത്ര ക്രൂരനാണോ? ഇതിലും ഭേദം എന്നെ അങ്ങ് മരിപ്പിക്കലായിരുന്നു, എന്താ എന്നോട് മാത്രം ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ പറയാറില്ലേ? ആശുപത്രിയിൽ നിന്ന് പോരാനുള്ള സമയമല്ല, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയാറുണ്ട്. ഇതാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ആദ്യം അള്ളാഹു നൽകിയ നിഅമത്ത് അല്ലേ, അതേപോലെ ഇനിയും നിഅമത്തുകൾ തരാൻ കഴിവുള്ള ആളാണ് എന്ന് അള്ളാഹു തആല അപ്പാൻ ഓർക്കൂല. ഇനിയും എനിക്ക് നിഅമത്തുകൾ തരാൻ നേരത്തെ തന്നതുപോലെ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന ചിന്തയൊന്നും അപ്പാനുണ്ടാവില്ല. അങ്ങനെ വിശ്വസിച്ച് അതിനുവേണ്ടി അള്ളാഹുവിന് ദുആർക്കൂല. ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹം വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി കാണിക്കില്ല.
10-20 കൊല്ലം റാഹത്തായിട്ട് ജീവിച്ച ആളാ. ഇപ്പൊ ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ആ 20 കൊല്ലം ജീവിച്ച സുഖമൊന്നും ആൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതേസമയം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അതങ്ങോട്ട് മാറി റാഹത്തായാലോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, സ്വയം മതിമറന്ന് അഹങ്കരിക്കും. ഈ ഒരു സന്തോഷത്തിന് ശേഷം വീണ്ടും ദുഃഖമുണ്ടായേക്കാം എന്നൊരു ഓർമ്മ അപ്പം ഉണ്ടാവില്ല. അല്ലേ? അങ്ങനെയാണ് മനുഷ്യന്റെ കഥ. അപ്പൊ ഈ ഒരു ബോധം എപ്പോഴും മനുഷ്യന് വേണമെന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. സന്തോഷവും ദുഃഖവും എന്നൊക്കെ പറഞ്ഞത് ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്, മുഖങ്ങളാണ്. അത് ഇടയ്ക്കിടെ മാറി വന്നുകൊണ്ടിരിക്കും. ദുന്യാവ് അങ്ങനെയാണ്. സർവശക്തനായ അള്ളാഹുവാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അവൻ ഏതു സാഹചര്യത്തിലും അതുകൊണ്ട് തന്നെ അവൻ്റെ പടപ്പായ മനുഷ്യൻ ഏതു സാഹചര്യത്തിലും അള്ളാഹുവിനോട് വിധേയത്വവും കടപ്പാടും കാണിക്കുന്നവനായിരിക്കണം. അത് സന്തോഷമുള്ള സമയമാവട്ടെ അല്ലാത്ത സമയമാവട്ടെ. ഈ ബോധമാണ് മനുഷ്യന് ഉണ്ടാവേണ്ടതെന്നാണ് ഈ ആയത്തിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്നത്. ദുരിതമുണ്ടാവുമ്പോൾ നിരാശപ്പെടുക, സന്തോഷമുണ്ടാവുമ്പോൾ മതിമറക്കുക, ഈ ഒരു സ്വഭാവം യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനുണ്ടാവൂല. പിന്നെന്താ അവർ ചെയ്യുക? നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടത വരുമ്പോൾ സഹിക്കും, ക്ഷമിക്കും. ക്ഷേമം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ നന്ദി കാണിച്ച് ജീവിക്കും. അതിനവർക്ക് വലിയ മഗ്ഫിറത്തും വലിയ അജ്റും കബീർ പ്രതിഫലം ലഭിക്കും. നമുക്കൊക്കെ അറിയാവുന്ന പലവട്ടം കേട്ട് മനസ്സിലാക്കിയ ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അജബൽ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെയാണ്. അവനെല്ലാം ഖൈറാണ്. മുഅ്മിനിന് മാത്രമേ ആ ഒരു ആനുകൂല്യമുള്ളൂ. എല്ലാം ഖൈറാണ്, അല്ലേ? ഇന്ന അസാബത്ഹു സറ ശകറ, നല്ലൊരു സന്തോഷം ഉണ്ടായാൽ അള്ളാഹുവിന് നന്ദി ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അത് അവന് ഒരു ഉത്തമമാണ്, ഖൈറാണ്. ഇന്ന വൈന അസാബത്ഹു ളറാ, എന്തെങ്കിലും വിഷമങ്ങൾ വന്നാലോ സബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ്. മാഷാ അല്ലാഹ്, രണ്ടിനും അള്ളാഹുവിനോട് കൂലി കിട്ടും. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ 12ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല സമാധാനിപ്പിക്കുകയാണ്. മുശ്രിക്കുകൾ സത്യനിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ പരിഹാസം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമുണ്ടാവും, മനോവേദന ഉണ്ടാവും. സൂറത്തുൽ ഹിജ്റിൽ 97 പറഞ്ഞതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലുൻ, അവർ പറഞ്ഞു വരുന്നത് കൊണ്ട് അങ്ങയുടെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നു, കുടുസായി പോകുന്നു, മനോവേദന ഉണ്ടാവുമെന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന ഏതു കാര്യത്തിലും കുറ്റവും കുറവും മാത്രമേ ശത്രുക്കൾ കണ്ടെത്തിയിരുന്നുള്ളൂ. അങ്ങനെ ആ മുശ്രിക്കീങ്ങളെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുമെന്ന എന്താ പറയാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടഭാചനമാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ആളാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നത്, ഒന്നിനും പൈസ ഇല്ലാതെ ഇടങ്ങാറാകുന്നത്? തൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന പൈസ അല്ലെങ്കിൽ വല്ല നിധി ഒക്കെ മുഹമ്മദിന് കൊടുത്തുകൂടായിരുന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹിൻ്റെ ആളാണെങ്കിൽ അള്ളാഹു തആല എന്തേ മുഹമ്മദിന് നിധി കൊടുത്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെ അവർ പറയും. അതേപോലെ തന്നെ ഇയാൾ സത്യപ്രവാചകനാണെങ്കിൽ, സത്യപ്രവാചകനാണെന്ന് പറഞ്ഞ് സാക്ഷി നിൽക്കാൻ കൂടെ ഒരു മലക്കിനെ അള്ളാഹു തആല എന്തുകൊണ്ട് അയച്ചില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒരു മലക്കിനെ എന്താ അള്ളാഹു അയക്കായിരുന്നത്? ഇത്തരത്തിലുള്ള കുറേ ചില വാദങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമുണ്ടാവും. അവർ പറയുന്നത് മൗഢ്യങ്ങളാണ്, അല്ലേ? മുഹമ്മദ് അള്ളാഹുവിൻ്റെ ആളാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ സമ്പത്തുണ്ടാവണം, നിധി ഉണ്ടാവണം, നിക്ഷേപങ്ങൾ ഉണ്ടാവണം, സാക്ഷ്യപ്പെടുത്താൻ മലക്കുകൾ വേണം. ഇതുപോലെ വേറെയും പല ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നതായി സൂറത്തുൽ ഫുർഖാനിലുണ്ട് 7-ഉം 8-ലും, സൂറത്തുൽ ഇസ്രായിലുണ്ട് 90-ലും 93-ലും 90 മുതൽ 90 വരെ ആയത്തുകളിൽ. ഇതെല്ലാം കേൾക്കുമ്പോൾ എത്ര മനസ്സുറപ്പുള്ള ആളാണെങ്കിലും പതറാൻ സാധ്യതയുണ്ട്, മനപ്രയാസമുണ്ടാവുകയും ചെയ്യും. അപ്പം ഇത്രയും ക്രൂരമായി തന്നെ അവഹേളിക്കുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് ഇത് കേട്ടിരിക്കുന്ന ആൾ ആലോചിച്ചു പോകും. ഇവരുടെ ബുദ്ധിശൂന്യതകളെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇവരെ പരാമർശിക്കുന്ന വഹയ്, ദൈവികമായ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന സന്ദേശങ്ങൾ തൽക്കാലം മാറ്റി നിർത്തിയാലോ എന്നുവരെ ചിന്തിച്ചേക്കാം. തൽക്കാലം ഇപ്പോൾ ഈ പറയുന്നത് കേട്ടെന്ന് അവരോട് പറയാതിരുന്നാലോ എന്നുവരെ ആലോചിച്ചേക്കാം. ഇവരെ ഈ കുറ്റപ്പെടുത്തലുകൾ സഹിക്കാഞ്ഞിട്ട് അള്ളാഹു തആല ഇങ്ങനെ പറഞ്ഞിരുന്ന അവരോട് പറയാതിരുന്നാലോ എന്നുവരെ ആലോചിച്ചേക്കാം എന്നർത്ഥം. പക്ഷേ ആ വഴിക്കൊന്നും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ആലോചിച്ചു പോകരുത്, ചിന്തിച്ചു പോകരുത് എന്ന് അള്ളാഹു തആല നബിയോട് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് അരോചകമായി തോന്നുന്ന വഹയി സന്ദേശങ്ങളാണെന്ന് കരുതിയിട്ട് അതൊന്നും അങ്ങ് ഒഴിവാക്കി കളയരുത്. അള്ളാഹു തആല പറയാണ്, നൽകപ്പെടുന്ന സന്ദേശങ്ങൾ മുഴുവനും യഥാക്രമം നിങ്ങൾ പ്രബോധനം ചെയ്യണം, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ,
അതും ഇതൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ വഹ്യ് നൽകപ്പെടുന്നത് നിങ്ങൾ പറയാതിരിക്കരുത് എന്നർത്ഥം. അവരെ പറ്റി ആ പറയുന്നതൊക്കെ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളുടെ മനസ്സ് വിഷമിക്കേണ്ട, അങ്ങ് പ്രബോധനത്തിൽ വിട്ടുവീഴ്ചയോ മറ്റൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ബാധ്യതയിൽ വീഴ്ച വരുത്തണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് അനുസരിച്ചില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. ഇതാണ് അങ്ങയുടെ ബാധ്യത. അങ്ങ് അത് ചെയ്താൽ മതി. അതിനപ്പുറമുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നോക്കിക്കൊള്ളും. ജനങ്ങൾ സ്വീകരിക്കാത്തതിനെ സംബന്ധിച്ചോ അവർ അസംബന്ധങ്ങൾ പറയുന്നതിനെ കുറിച്ചോ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹുവിൽ നിന്ന് അവതീർണമാകുന്ന കാര്യങ്ങൾ പ്രബോധനം ചെയ്യേണ്ട ചുമതല മാത്രമാണ് നബി അങ്ങേക്കുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യത്തിൻ്റെയും അധികാരം ഏറ്റെടുത്തിട്ടുള്ള ആൾ അള്ളാഹുവാണ്. ആ പറയുന്ന മുശ്രിക്കീങ്ങളുടെ ശത്രുക്കളുടെയും മേലധികാരി അള്ളാഹുവാണ് എന്നിരിക്കെ അവരുടെ ഭീഷണി, അവരുടെ അതൃപ്തി, അവരുടെ പ്രകോപനങ്ങൾ ഇതൊന്നും താങ്കൾ കാര്യമാക്കേണ്ടതില്ല. ഇതാണ് 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلعلك تارك بعض ما يوحى إليك وضائق به صدرك أن يقولوا لولا أنزل عليه كنز أو جاء معه ملك إنما أنت نذير والله على كل شيء وكيل. فلعلك نبي ആയേക്കാം, താരിക്കുൻ ഒഴിവാക്കുന്നവനായേക്കാം, ബഅളമാ യുഹാ ഇലൈക അങ്ങേക്ക് സന്ദേശം നൽകപ്പെടുന്നതിൽ ചിലത്, വലായിഖും ബിഹി സദറുക താങ്കൾക്ക് അത്തരം കാര്യങ്ങൾ കൊണ്ട് മനപ്രയാസമുണ്ടാവുകയും ചെയ്തേക്കാം. എന്ത്? അയ്യഖൂലു അവർ പറയുന്നത് കേട്ട്, ലൗലാ ഉൻസില അലൈഹി ആ മുഹമ്മദിന് ഇറക്കപ്പെട്ടുകൂടായിരുന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം കൻസുൻ ഒരു നിധി, അല്ലെങ്കിൽ ഔ ജാഅ മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ വന്നുകൂടായിരുന്നോ മലക്കുൻ ഒരു മലക്ക്. അപ്പൊ പ്രവാചകനാണ്, സത്യപ്രവാചകനാണ് സാക്ഷ്യപ്പെടുത്താൻ ഒരു മലക്ക് കൂടെ വന്നുകൂടായിരുന്നോ, അല്ലെങ്കിൽ ഒരു നിധി ഇറക്കി കൊടുത്തുകൂടായിരുന്നോ എന്നൊക്കെ അവർ പറയുന്നത് കേട്ട് താങ്കളുടെ മനസ്സിന് പ്രയാസമുണ്ടായേക്കാം. വലായിഖുൻ ബിഹി സദ്റുക് അതുമൂലം താങ്കൾക്ക് മനപ്രയാസമുണ്ടാവുകയോ ചെയ്തേക്കാം. അയ്യഖൂലു അവരുടെ ഈ പറച്ചിൽ കേട്ടിട്ട്. ഫലഅല്ലക താരിക്കും ബഅദ മാ യുഹാ ഇലൈക ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളിൽ, താങ്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളിൽ ചിലത് താങ്കൾ വിട്ടുകളഞ്ഞേക്കാം, അല്ലെങ്കിൽ ഈ പറയുന്നത് കേട്ട് താങ്കളുടെ മനസ്സ് വിഷമിക്കുകയും ചെയ്തേക്കാം. അപ്പം മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിധി നൽകപ്പെടുകയോ ഒപ്പം ഒരു മലക്കിനെ അയക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നവർ ചോദിക്കുന്നത് കാരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളിൽ ചിലത് താങ്കൾ വിട്ടുകളയുകയും അതുമൂലം താങ്കൾക്ക് മനപ്രയാസം ഉണ്ടാവുകയോ ചെയ്തേക്കാം. പക്ഷേ അങ്ങനെ മനപ്രയാസം ഉണ്ടാവേണ്ട കാര്യമില്ല. വഹ്യ് നൽകുന്നത് ചിലത് വിട്ടുകളയേണ്ട കാര്യമല്ല. എല്ലാം നിങ്ങൾ ആരോട് പറയണം. കാരണം ഇന്നമാ അന്ത നദീർ, നിശ്ചയമായും അങ്ങ് മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അത് അവരോട് പറയേണ്ട ബാധ്യത മാത്രമേ അങ്ങേക്കുള്ളൂ. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ വക്കീൽ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കപ്പെടുന്നവൻ അള്ളാഹുവാണ്. എല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന അള്ളാഹുവാണ്. നിങ്ങളെ കൈകാര്യകർത്താവും അള്ളാഹുവാണ്, അവരെ കൈകാര്യകർത്താവും അള്ളാഹുവാണ്. അതൊക്കെ അല്ലാത്ത നോക്കിക്കോളും, നിങ്ങൾ അതിനനുസരിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുകയാണ് അള്ളാഹു തആല ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളെ അറിയിക്കാനായി അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സന്ദേശങ്ങളിൽ ഒന്നും തന്നെ വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഇജ്മാ ഉള്ള സംഗതിയാണ്. ഇപ്പം ഈ ആയത്തിൽ പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചില വഹ്യികൾ ആളുകളോട് പറയാതിരുന്നിട്ടുണ്ട് എന്ന്. അങ്ങനെയല്ല. ആളുകളോട് പറയാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആലയുടെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു വീഴ്ചയും വന്നിട്ടില്ല. ഇത് ഇജ്മാ ആയ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയോട് ഉദ്ദേശിക്കൂല. എന്ത് വഹ്യ് നൽകുന്നത് എന്തെങ്കിലും ഒഴിവാക്കി ബാക്കിയുള്ളത് പറയാൻ ഉദ്ദേശിക്കുക പോലും ചെയ്യില്ല. പിന്നെ എന്താ അങ്ങനെ പറയാൻ കാരണം? അത് ആ ശത്രുക്കളുടെ എതിർപ്പിൻ്റെ കാഠിന്യം മനസ്സിലാക്കി തരാണ്. ശത്രുക്കളുടെ എതിർപ്പുകളും പരിഹാസങ്ങളും എത്രമാത്രം തീവ്രമായിരുന്നു എന്ന് മനസ്സിലാക്കി തരാനാണ് അല്ലാഹു തആല ഇങ്ങനെ ഈ ആയത്തിൽ പറയുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടല്ല. പ്രത്യേകം മനസ്സിലാക്കുക.
ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകട്ടെ. നമ്മുടെ ആഖിബത്ത് നന്നാക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.